വിലാപങ്ങൾ 3:58. കർത്താവേ, നീ എൻ്റെ വ്യവഹാരം നടത്തി എൻ്റെ ജീവനെ വീണ്ടെടുത്തിരിക്കുന്നു. ചെയ്യാത്ത തെറ്റിന് കുറ്റാരോപിതരായി ജയിൽവാസം അനുഭവിക്കുന്നവർ നിരവധിയാണ്. ജീവിതത്തിലെ വിലയേറിയ വർഷങ്ങൾ പാഴായിപ്പോകുക മാത്രമല്ല, അനുഭവിക്കേണ്ട യാതൊരു സൗകര്യങ്ങളും ലഭിക്കാതിരിക്കുമ്പോൾ, ബന്ധുക്കളിൽ നിന്ന് അകന്ന് കഴിയേണ്ടി വരുമ്പോൾ, ഉണ്ടായിരുന്ന പലതും നഷ്ടപ്പെടുമ്പോൾ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് മാനസികമായി ക്ഷീണിച്ചു പോകുന്നു. കള്ളത്തെളിവുകളും കള്ളസാക്ഷികളും സമർത്ഥമായി വാദിക്കുമ്പോൾ സ്നേഹിതർ പോലും അത് ശരിയാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. ആയതിനാലുള്ള അപമാനഭാരം ഹൃദയത്തിൽ കഠിന മുറിവുകളായി വേദനിപ്പിക്കുന്നു. ഇരമ്യാവ് ഈ സാഹചര്യത്തിലൂടെ എല്ലാം കടന്നുപോയതാണ്. തൻ്റെ വ്യഥകൾ കൂടെയാണ് ഈ വരികളിൽ വിവരിക്കുന്നത്. എന്നാൽ ഇവയെല്ലാം ഇരമ്യാവ് അനുഭവിക്കേണ്ടി വന്നത് ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയുടെ ഭാഗമായാണ്. അമ്മയുടെ ഉള്ളിൽ വച്ച് തന്നെ കാണുകയും ജാതികൾക്ക് പ്രവാചകനായി വേർതിരിക്കുകയും ചെയ്തത് ദൈവമാണ്. ആകയാൽ എല്ലാ സന്ദർഭങ്ങളിലും ഇരമ്യാവിൻ്റെ ആശ്വാസത്തിനായി ദൈവം സംസാരിക്കുകയും വിടുതലിനായി മുഖാന്തരങ്ങൾ ഒരുക്കുകയും ചെയ്തു. ബാബിലോന്യർ ദേശത്തെ ആക്രമിച്ചപ്പോൾ ഇരമ്യാവിനെക്കുറിച്ച് അവർക്ക് അറിവുണ്ടായിരുന്നു. അദ്ദേഹത്തോട് വളരെ മാന്യമായാണ് അവർ പെരുമാറിയത്. തനിക്ക് ബാബിലോണിലേക്ക് വരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവർ നൽകി. ദൈവം തൻ്റെ മനസ്സിൻ്റെ സങ്കടങ്ങൾ, ന്യായങ്ങൾ അറിഞ്ഞ് തനിക്കായി ഒരു വക്കീലിനെ പോലെ വാദിച്ചു എന്നാണ് ഇരമ്യാവ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ മരണത്തിന് വിധേയമാകാമായിരുന്ന തൻ്റെ ജീവനെ അവിടുന്ന് വീണ്ടെടുത്തു. ആദാമ്യ പാപം നിമിത്തം മരണത്തിന് വിധേയമായ നമ്മെ രക്ഷിക്കാൻ യേശുക്രിസ്തു ലോകത്തിൽ വന്ന് സ്വജീവനെ നൽകി. നമുക്കായി സ്വർഗത്തിൽ ഇപ്പോഴും പക്ഷപാതം ചെയ്യുന്നതിനാൽ നമ്മുടെ വീണ്ടെടുപ്പും സുനിശ്ചിതമാണ്. ജീവിതം ക്ലേശകരമെന്നും വഴിമുട്ടിയെന്നും തോന്നുമ്പോൾ യേശു നമുക്കായി ഒരു വക്കീലിനെ പോലെ വാദിക്കുന്നെന്നും ഏതു സാഹചര്യത്തിലും വീണ്ടെടുപ്പ് ഉണ്ടാകുമെന്നും പ്രത്യാശിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.